ആടുകളെ ബലി കൊടുക്കുക, കാളക്കൂറ്റന്മാരെ ബലി കൊടുക്കുക, സ്വന്തം പുത്രനെ വരെ ബലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം വരെ ഈ ബൈബിളിനകത്ത് പറയും. ഫീൽഡിലോട്ട് വരാൻ തന്നെ കാരണം താങ്കളുടെ ഒരു എന്താ പറ്റിയ ഈ ചില ആളുകൾ വന്നിട്ട് ചില ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാൻ പറ്റും. ഒരാളെ നമുക്ക് കൊല്ലാൻ പറ്റും, ഒരാളെ നമുക്ക് വീഴ്ത്താൻ പറ്റും. പൂജകളാണോ ചെയ്യുന്നത്? ഞാൻ പൂജാവിധികളാണ് ചെയ്യുന്നത്. അതായത് ദ്രാവിഡ കർമ്മം എന്ന് പറയാറ്. മനുഷ്യൻ പലവിധ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങൾ തേടുന്നു. അവയിൽ ചിലതാണ് പൂജാവിധികളും കർമ്മങ്ങളുമൊക്കെ. അത്തരത്തിലുള്ള ഒട്ടനവധി പേരെ, കർമ്മങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി പേരെ അബാക് മീഡിയ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷൈബു ഏറ്റുമാനൂരാണ്. ഷൈബു ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഷൈബു ചേട്ടൻ ഇത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്ത് തരം കർമ്മങ്ങൾ എന്നുള്ളത് വഴി അദ്ദേഹം തന്നെ പറയട്ടെ. പക്ഷെ അദ്ദേഹം ഇതിന് പറയുന്നതിന് ശാന്തി കർമ്മങ്ങൾ എന്നാണ്. തീർച്ചയായിട്ടും. എന്താണ് താങ്കൾ ഈ ശാന്തി കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇപ്പം ഒരു വ്യക്തി, ആരുമായിക്കോട്ടെ, ഒരു വ്യക്തി നമ്മളെ സമീപിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോഴാണ്. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ആരും നമ്മളെ സമീപിക്കേണ്ട കാര്യമില്ല, നമ്മുടെ അടുത്ത് വരേണ്ട കാര്യമില്ല. കാരണം അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ ചാടുകയോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് ഈ വ്യക്തികൾ ഒന്ന് തിരക്കും. കാരണം അവൻ അതിനിടയ്ക്ക് തന്നെ ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പല രീതിയിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പല രീതിയിൽ എന്ന് പറഞ്ഞാൽ വഴിപാടുകളായിട്ടും പ്രാർത്ഥനയായിട്ടും അല്ലാത്ത രീതിയിലും പല രീതിയിൽ അവർ പ്രശ്നങ്ങളെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിൽ നിന്നുമൊക്കെ രക്ഷയില്ലാതെ വരുമ്പോഴത്തേനും എന്നെ പോലുള്ളവരടുത്ത് പൂജകളാണോ ചെയ്യുന്നത്? ഞാൻ പൂജാവിധികളാണ് ചെയ്യുന്നത്. അതായത് ദ്രാവിഡ കർമ്മം എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ആഭിചാരം എന്ന് അതിനെ പറയാൻ പറ്റത്തില്ല. കാരണം ആഭിചാരം എന്ന് പറയുമ്പോഴത്തേനും അത് വേറെ ലെവലിലാണ്. ആഭിചാരം എന്ന് അതിനെ ഇങ്ങനെ ചിത്രീകരിച്ച് ആഭിചാരമാക്കി കളഞ്ഞതാണ്. ഇത് ശരിക്കും ആഭിചാരമൊന്നുമല്ല. ഇപ്പം താങ്കൾക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിൽ ദാമ്പത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം, കുടുംബ പ്രശ്നം, അത് താങ്കളും താങ്കളുടെ വൈഫുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ അച്ഛനുമായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അത് നിരന്തരം അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ആ ഒരു പ്രശ്നത്തിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മളെ തേടി വരുന്നു. അപ്പം നമ്മളെ തേടി വരുമ്പം നിങ്ങളുടെ ആ പ്രശ്നം അത് എന്തും ആയിക്കോട്ടെ, ആ പ്രശ്നത്തിനെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായെന്നുള്ളത് നമ്മൾ ആദ്യം തരും. അപ്പം ആ പ്രശ്നം അതാണ് ഈ ജ്യോത്സ്യപരമായിട്ട് നമ്മൾ നോക്കുന്നത്. അതല്ലാതെ നമുക്ക് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദ്രാവിഡ ജ്യോതിഷമാണ് പഠിച്ചിരിക്കുന്നത്. ദ്രാവിഡ ജ്യോതിഷമാണ് പഠിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ഈ ബ്രാഹ്മണ ജ്യോതിഷം എന്നുള്ള രീതിയിലുള്ള. താങ്കൾ ചെയ്യുന്നത് ഈ ഹൈന്ദവ രീതിയിലുള്ള അഥർവവേദ സിദ്ധാന്തമാണോ, അതോ ക്രൈസ്തവ രീതിയിലാണോ, അതോ ഇസ്ലാമിക രീതിയിലാണോ? ഞാനിത് മൂന്നും ചെയ്യാറുണ്ട്. കാരണം ഇപ്പം ഒരു മുസ്ലിം ബാധ ഏറ്റിരിക്കുന്ന ഒരാളുടെ അയാൾക്ക് വന്നിരിക്കുന്ന ആ ബാധ എന്ന് പറയുന്നത് ഈ പ്രേതമോ ഭൂതമോ പിശാചോ അങ്ങനെയൊന്നും അല്ല. ബാധ എന്ന് പറയുന്നത് ബാധിക്കുന്നു, ഒരാൾക്കൊരു കാര്യം ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു രോഗം ബാധിക്കുന്നു. അപ്പം ബാധിക്കുന്ന എന്തുമായിക്കോട്ടെ, അതാണ് ബാധ എന്ന് പറയുന്നത്. അപ്പം ഒരു മുസ്ലിം രീതിയിലുള്ള കർമ്മമാണ് ഇയാൾക്ക് ഏറ്റിരിക്കുന്നെങ്കിൽ ആ കർമ്മത്തിനെ നമ്മൾ ഒരു പക്ഷേങ്കിൽ മുസ്ലിം പള്ളിയിൽ തന്നെ ചിലപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ അതിനെ നമ്മൾ ക്രിസ്ത്യൻ രീതിയിലേക്ക് ചെയ്യേണ്ടി വരും. അതല്ല ഹിന്ദു രീതിയിൽ. അത് ഏതാണ് വിധി എന്നുള്ളത് അയാളുടെ പ്രശ്നം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ മൂന്ന് രീതിയിലും ഇത്തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് പറയാൻ പറ്റില്ലെന്ന്. ഇത് ബ്ലാക്ക് മാജിക് ഒന്നുമല്ല, ഇത് ബ്ലാക്ക് മാജിക് ആക്കിക്കളഞ്ഞതാണ്. ഇത് ഈ മൂന്ന് രീതിയിൽ വിധിയുണ്ട്. ക്രൈസ്തവ രീതി, കടമറ്റത്തെ രീതിയിലുണ്ട്. കടമറ്റം തന്നെയല്ല, നമുക്കല്ലാതെ ഉള്ള പള്ളികളിലൊക്കെ ഈ കോഴിവെട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കോഴിവെട്ട് നടത്തിയിട്ടാണോ കർമ്മങ്ങൾ ചെയ്യുന്നത്? കോഴിവെട്ട് എന്ന് പറയുന്നത് ബലി കൊടുക്കുക എന്ന് പറയുന്നത് ബൈബിളിനകത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. ആടുകളെ ബലി കൊടുക്കുക, കാളക്കൂറ്റന്മാരെ ബലി കൊടുക്കുക, ഇങ്ങനെയുള്ള എന്തിന് നമ്മുടെ ബൈബിളിനകത്ത് സ്വന്തം പുത്രനെ വരെ ബലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം വരെ ഈ ബൈബിളിനകത്ത് പറയുന്നുണ്ട്. അപ്പം ബലി എന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായതൊന്നുമല്ല, ഏതോ കാലത്തുണ്ടായതാണ് ബലി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ജീവൻ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ സ്വന്തം പുത്രനെ ബലി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നം കേട്ടോ.
നമ്മളിലുള്ള അഹങ്കാരത്തെ ബലി കൊടുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടതിനെ ബലി കൊടുക്കാനല്ല. ബൈബിളിൽ ബലി എന്ന് പറയുന്നത് ഈ കാളക്കൂറ്റന്മാരെ ബലി കൊടുക്കാൻ അല്ലെങ്കിൽ ആട്ടുമുട്ടനെ ഊനമില്ലാത്ത ആടിനെ ബലി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരുപാട് ബലിയെ പറ്റി തന്നെ അതിനകത്ത് പറയുന്നത്. എനിക്ക് അറിയില്ല, അറിവില്ലാത്തതിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് മുഴുവൻ ബലിയെ പറ്റി മാത്രമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം പഠിച്ചിട്ട് അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനൊരു പ്രശ്നവുമായി താങ്കളുടെ അടുത്ത് വരികയാണ്. എനിക്ക് കുറെ ബിസിനസ് നഷ്ടം, സാമ്പത്തിക നഷ്ടം ഉണ്ടായി. ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ താങ്കൾ എന്താണ് അതിനകത്ത് ചെയ്യുക? ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ താങ്കൾ എന്നെ സമീപിക്കുമ്പോഴത്തേനും താങ്കളോട് ഞാൻ ആദ്യം നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഞാൻ ആദ്യം ചോദിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്നോട് പറയുവല്ല ചെയ്യേണ്ടത്. എനിക്ക് ഇന്ന പോലെ സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് പുറകോട്ടാണ്, അല്ലെങ്കിൽ കുടുംബജീവിതവുമായിട്ട് ഞാൻ ഇച്ചിരി പ്രശ്നത്തിലാണ്. അപ്പം എന്താണോ അതൊന്ന് പറഞ്ഞാൽ, എൻ്റെ കാര്യങ്ങളൊന്നും അറിയാനാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. നമ്മൾ അദ്ദേഹത്തിന് നടന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പറയും. അതിന് എന്തെങ്കിലും കബഡി പോലെയുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതിന് പ്രശ്നം വെച്ച് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് നമ്മളിപ്പം ഒരു ശംഖ് കറക്കിയാലും കബഡി വാരി വെച്ചാലും മഞ്ചാടിക്കൂരി വാരി വെച്ചാലും നെല്ല് വാരി വെച്ചാലും 12 രാശിക്കേ കണക്കുള്ളൂ. രാശി 12 ഉള്ളൂ. അത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പ് കറക്കിയിട്ടാലും ഒരു പുല്ല് കറക്കിയിട്ടാലും ഇത് ഈ രാശിക്കേ വീഴത്തുള്ളൂ. ആ രാശിയിൽ വരുന്ന പ്രശ്നമാണ് നമ്മൾ. എൻ്റെ കാര്യം പറയാൻ പറ്റും? രാശി തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ പറയാൻ പറ്റും? ഇപ്പോൾ പറയാന്നുള്ളതല്ല, ഒരു വ്യക്തിയുടെ കാര്യം ചില കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്, മറ്റുള്ളവർ കേൾക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ കേൾക്കേണ്ടാത്തതുണ്ട്. അപ്പം ഒരാളുടെ മുമ്പിലിരുന്ന് പ്രശ്നം പറയാൻ നമുക്ക് മടിയുണ്ടായിട്ടോ അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുന്ന ഓർത്തിട്ടോ അല്ല. താങ്കളിപ്പം ഒരു കാര്യം ഞാൻ പറയാം, താങ്കളിപ്പോൾ ഈ ഫീൽഡിലോട്ട് വരാൻ തന്നെ കാരണം താങ്കളുടെ ഒരു മുത്തശ്ശനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ഒരു ജനറേഷൻ എന്ന് പറയാമല്ലോ താങ്കൾ. ആ ഒരു ഇപ്പം തൽക്കാലം അതറിഞ്ഞാൽ മതി. ഇപ്പം എന്താ പറ്റിയേ? ഒന്നും പറ്റിയതല്ല. എനിക്കിങ്ങനെ, അതായത് ഈ നമ്മൾ ആരെ ഓർക്കുന്ന ആൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരും. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അത് ആരെക്കുറിച്ച് ഓർത്താലും, നമ്മളിപ്പം ഒരു പള്ളി വിളിച്ചാലും അമ്പലം വിളിച്ചാലും മുസ്ലിം പള്ളി വിളിച്ചാലും ഏത് മൂർത്തികളെ വിളിച്ചാലും നമുക്ക് അത് ഇങ്ങനെ അനുഭവം ഉണ്ടാകും. അങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ. അപ്പം ഇതാണ് താങ്കൾ ഈ ഫീൽഡിൽ നിൽക്കാൻ കാരണം. മുന്നോട്ട് താങ്കൾ ഒരു സന്യാസി ജീവിതം നയിക്കുകയും ചെയ്യും. എനിക്ക് കുടുംബമുണ്ട്. കുടുംബമൊക്കെ താങ്കൾ ഉപേക്ഷിക്കും. ഇപ്പോഴല്ല, ഇപ്പം നാളെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞു. വരും കാലങ്ങളിൽ താങ്കൾ ഈ മാർഗത്തിലൂടെ പോകാൻ ആഗ്രഹിക്കും. ഇപ്പോഴല്ല, പിന്നെ. അതായത് ഇപ്പോൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ തന്നെ കാരണം ഇതാണ്. അപ്പം നമ്മൾ എനിക്കും മേലെ എന്ന് പറയാമല്ലോ, എനിക്കും മേലെയാണ് നിങ്ങൾ. കാരണം അങ്ങനെ ഒരു ഗുരുമുത്തശ്ശൻ നിങ്ങൾക്കുണ്ട്. ആ മുത്തശ്ശൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങളിപ്പം ഈ ഒരു അറിവിൽ അങ്ങനെ ഒരാളില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങളുടെ അച്ഛനെ അറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാം. അതൊക്കെ മേലെ നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായില്ലേ? ഇവിടെ തുടങ്ങിയല്ലേ അവർ പറഞ്ഞു കേട്ട കഥകൾ അറിയാമല്ലോ. അവർ പറഞ്ഞു അതിന് മുന്നേ അന്നേ ഇങ്ങനൊരു പിതാവ് നിങ്ങൾക്കുണ്ട്. ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പം ഇവിടെ വരത്തുമില്ല, എൻ്റെ ശരീരത്തിൽ അടിക്കത്തുമില്ല. മനസ്സിലായില്ലേ? അപ്പം ഇതന്ന് നമ്മളൊരിക്കൽ ആദ്യം കാണുമ്പോൾ തന്നെ ഇതെനിക്ക് കണ്ട കാര്യമാണ്, എനിക്ക് കാണിച്ചു തന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ടേ അത് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ശാന്തി, അതായത് നിങ്ങൾ ഒരു പ്രശ്നവുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ശാന്തി അല്ലെങ്കിൽ അതിൽ നിന്ന് മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും ആഭിചാരമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആഭിചാരം എന്ന് പറയുന്ന ഒരു ദുഷ്കർമ്മങ്ങളെ വേണമെങ്കിൽ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് വന്നു, താങ്കൾ രാശി നോക്കി എൻ്റെ പ്രശ്നം കണ്ടെത്തി, അതിന്റെ പരിഹാരം നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അത് എവിടെയായിരിക്കും ചെയ്യുക, എങ്ങനെയായിരിക്കും ചെയ്യുക? ഞാൻ ഒരാളുടെ പ്രശ്നമാണ് പറയേണ്ടതെങ്കിൽ അയാളോട് പ്രശ്നം മാത്രം പറയും. പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ അയാൾ എന്നോട് ചോദിക്കുകയാണ് ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ അതിനുള്ള പരിഹാരം ഞാൻ നോക്കും, തേടും എന്ന് പറഞ്ഞാൽ അതും നമുക്ക് രാശിയിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനദൃഷ്ടിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരും. കുറച്ച് ഇപ്പോൾ ഈ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജ്ഞാനദൃഷ്ടി കാണിച്ചു. അപ്പം അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പം അതിലൂടെ നമ്മളത് കണ്ടുപിടിക്കും എവിടെ ചെയ്യാൻ പറ്റും. അതായത് ഇയാൾക്ക് ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ആദ്യം നോക്കി കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ ഇയാൾക്ക് ബാധിച്ചിരിക്കുന്ന എവിടെ തീർക്കാൻ പറ്റും, ഏത് ആളെ കൊണ്ട് അല്ലെങ്കിൽ ഏത് മൂർത്തിയെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേനും അതിന് വിധി വരുന്നത് ഇപ്പോൾ കടമറ്റമാണെങ്കിൽ കടമറ്റത്ത് കൊണ്ടുപോയി തീർക്കും, കാഞ്ഞിരമറ്റമാണെങ്കിൽ കാഞ്ഞിരമറ്റത്ത് കൊണ്ടുപോയി തീർക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പതികളും കാവുകളും ഒക്കെ ഉണ്ട്.
അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വള്ളിയങ്കാവ്, കൊടുങ്ങല്ലൂർ, പറയങ്കാവ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പുളിയാമ്പള്ളി, ഇവിടെ എല്ലാം എനിക്ക് ബന്ധങ്ങളുണ്ട്. ഞാൻ ഇവിടെ എല്ലാ ആളുകളെ കൊണ്ടുപോകാറുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ട് അപ്പോൾ എവിടെ തീർക്കാൻ പറ്റുമോ അവിടെ കൊണ്ടുപോയി തീർക്കാം. എന്തെങ്കിലും ഒരു പ്രേതബാധ ഒഴിപ്പിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം പറയാമോ? പറയാം. ഇപ്പം അവർ മറ്റേ കൂത്താട്ടുള്ള ആ ഭാഗത്തെങ്ങാണ്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പരിചയമുള്ള ഒരാൾ ആയിട്ട് വന്നു. പരിചയമുള്ള ആളാണ് എന്നെ വിളിക്കുന്നത്. അതായത് ഈ ഫീൽഡിൽ നിൽക്കുന്ന നമ്മുടെ ജ്യേഷ്ഠതുല്യമായ ഒരാളാണ് എന്നെ വിളിക്കുന്നത്. ആദ്യം വിളിച്ചിട്ട് ഷൈബു ഇവിടെ വീട് വരെ ഒന്ന് വരണം. അദ്ദേഹം അന്ന് വൈക്കത്ത് വടയാറ്റില്ല താമസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ അടുത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനോട് പറഞ്ഞു, ഇന്ന പോലെ ഒരു സംഭവമുണ്ട്, ഒരു കുട്ടിക്ക് വയ്യാതെയുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ പോയിട്ട് തീരാതെ അവർ നമ്മുടെ അടുത്ത് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വന്ന് ഞാൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നൊരു കമാൻഡർ ജീപ്പിലാണ് വന്നത്. 10-15 പേര് കൂടിയ അവർ കുടുംബക്കാർ തന്നെ. ഭർത്താവുണ്ട്, ആങ്ങളയുണ്ട്, അപ്പനെ, അമ്മായിയമ്മ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം അവിടുന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരു ശകലം ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ട് വണ്ടി വരത്തില്ല. വണ്ടി അവിടെ ഇറക്കിയിട്ട് ഈ കുട്ടി ഇങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് വലിച്ചിട്ടും വരുന്നില്ല. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു വിധത്തിൽ എടുത്തുകൊണ്ട് വന്നു. ഇത് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു. തല്ലുകയും കടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അവിടെ നമ്മൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നത് നമ്മുടെ ഇരവിമംഗലം, അതായത് കുറുപ്പന്തറയ്ക്കടുത്ത് ഇരവിമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത് മലയാറ്റി എന്നും പറഞ്ഞൊരു വെല്ലുമിച്ചിയുണ്ട്, ഒരു മൂർത്തിയുണ്ട്. ആ മൂർത്തിയുടെ അവിടെയാണ് നമ്മളിത് ബന്ധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ ഈ കുട്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് രോഷമായിരുന്നു. അപ്പം നമ്മളവിടെ കസേരയിട്ടിരുത്തി ഞാൻ അതുമായിട്ട് സംസാരത്തിനിടയ്ക്ക് ഇദ്ദേഹം ഒന്ന് കുളിക്കാൻ വേണ്ടി പോയി. കുളിയും കഴിഞ്ഞ് വന്നേച്ച് ഈ കുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കുറച്ച് നമ്മുടെ ഈ മാന്ത്രിക ചാറ്റുകളുണ്ട്. കുറച്ച് ചുമ്മാ ഒരു മാന്ത്രിക ചാറ്റുകൾ ഈ കുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചാറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടി തെറി പറയാൻ തുടങ്ങി, അസഭ്യങ്ങൾ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കാർപ്പിച്ച് ഇയാളുടെ മുഖത്ത് തുപ്പി. അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സമാധാനപ്പെടുത്തി ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയി, ഈ മാറ്റേണ്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം വിളിക്കേണ്ടടോ എല്ലാം വിളിച്ചിട്ടും ഈ ബാധയെ കെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ പോയ വഴിക്ക് എനിക്ക് ഈ കുട്ടിയെ, അതായത് ഈ കൂടിയിരിക്കുന്ന ആളാരാണെന്ന് എൻ്റെ മനക്കണ്ണിൽ എനിക്ക് കണ്ടു. ഞാൻ കണ്ടിട്ട് ഇതിന് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ തലയോലപ്പുറമേ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഒരു മുടി കയറും കൂടെ വാങ്ങിയത്. അപ്പം ഒരു മുടി കയറ് വാങ്ങി ആ കയറുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ പീഠമൊക്കെ റെഡിയാക്കി, എല്ലാം കുളിപ്പിച്ച് പട്ടൊക്കെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി പൂജാ സാധനങ്ങളെല്ലാം വെച്ചു. ഈ കുട്ടിയെ വിളിച്ച് നിർത്തി. ഇദ്ദേഹമാണ് പിടിക്കുന്നത്. ഞാനൊരു കയ്യാളെന്നുള്ളതേ ഉള്ളൂ, ഒരു സഹായം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇദ്ദേഹമാണ് ഈ ബാധയെ ബന്ധിക്കാൻ വേണ്ടി. അപ്പം ഞാനവിടെ മാറിയിരിക്കുക. അപ്പോൾ വന്നവരെല്ലാവരും ഇങ്ങനെ ഇവിടെ ഈ കുട്ടിയുടെ തൊട്ട് പുറയിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം വിളിച്ച് ലോകം മുഴുവൻ വിളിച്ച് എങ്ങാണ്ടെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ വിളിക്കാൻ അറിയാം. വിളിച്ച് ബാധയെ കെട്ടാൻ പറ്റുന്നില്ല. പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. വന്നവരെ കൂടെ കേൾക്കാതെയാണ് എന്നോട് സംസാരിക്കും. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ കെട്ടട്ടെ ചോദിച്ചു. കെട്ടിക്കോളാം. അപ്പം ഞാൻ നിസ്സാരമായിട്ടാണ് അത് ചെയ്തത്. അത് ഒരു വിധിയാണ്. ആ കയറിന് ആളുടെ നീളത്തിൽ കയറെടുത്ത് ഒരെട്ട് കെട്ടി മന്ത്രം ജപിച്ച് മുറുക്കാതെ ലൂസാക്കി പിടിച്ചുകൊണ്ട് നമ്മളൊരു വിദ്യയാണത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു ബാധ കെട്ടേണ്ട ബാധയുണ്ട്, തറയ്ക്കേണ്ട ബാധയുണ്ട്, എരിക്കേണ്ട ബാധയുണ്ട്. അങ്ങനെ ഒരുപാട് ബാധകൾ പലവിധമാണ്. അല്ലാതെ എല്ലാത്തിനും ഒന്നും തറയ്ക്കാൻ പറ്റത്തില്ല. ഇരുത്തേണ്ടതുണ്ട്. നമ്മൾ പ്രീതിപ്പെടുത്തി ഇരുത്തുക തന്നെ ചെയ്യണം. അവരെ ഒന്നും നമുക്ക് കെട്ടാനോ ബന്ധിക്കാനോ തറയ്ക്കാനോ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ദോഷമുണ്ടാവും, അല്ല അവരുടെ കുടുംബത്തിന് ദോഷമുണ്ടാവും. ചെയ്യുന്ന ആളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അവരുടെ കുടുംബം. ഇതിന്റെ എല്ലാം കർമ്മഫലം താങ്കൾ അനുഭവിക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല. നമ്മൾ ഒരാൾക്ക് വേണ്ടി അയാൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ നമ്മൾ എതിര് വരുന്നത്. അല്ല, ഇങ്ങനെ പല കർമ്മികളും പറയാറുണ്ട്, ഈ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് തിരിച്ചടിയാവാറുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. എനിക്കിതുവരെ ഒന്നും തിരിച്ചടിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ബാധയും ബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാധ നമ്മൾ ഈ കയറിൽ നമ്മൾ ബന്ധിച്ചു. ഈ ചില ആളുകൾ വന്നിട്ട് ചില ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യിക്കാറുണ്ടോ? എൻ്റെ അടുത്ത് വരാറുണ്ട്, പക്ഷെ ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. പഠിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റും. ഒരാളെ നമുക്ക് കൊല്ലാൻ പറ്റും, ഒരാളെ നമുക്ക് വീഴ്ത്താൻ പറ്റും, ഒരാളെ നമുക്ക് 90 ദിവസം വരെ 91 ദിവസം ഉണ്ടാവില്ല, ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അതിനുള്ള വിദ്യകളുണ്ട്. അതുപോലെ തന്നെ ഒരാളെ നമുക്ക് ഒടി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. സ്തംഭന ഒടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ജോയിൻറ്റും അനങ്ങത്തില്ല, സ്റ്റക്കായി പോകും.
ഇരുന്നാൽ ഇരിക്കുന്നിടത്ത് ഇരിക്കും, കിടന്നാൽ കിടക്കുന്നിടത്ത് കിടക്കും, അത്രേ ഉള്ളൂ. അത്യാവശ്യം പെരക്കാത്ര നടന്നത്രേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അതാ സംഭരം. അതൊക്കെ മരുന്നുകൾ കൊണ്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ഇന്ന് വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്. എന്തായാലും ഷൈബു ചേട്ടൻ്റെ കൂടുതൽ ഇത്തരം ഇത് ചിലരൊക്കെ കമന്റ് ഇടും, എന്തിനാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് പ്രോത്സാഹനമല്ല, ഇത്തരം ആചാരങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ്. താങ്ക് യു ഷൈബു ചേട്ടാ. താങ്ക് യു.